ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഇരുന്നപ്പം എന്ത് വീഡിയോ ചെയ്യുമെന്ന് ആലോചിച്ചു. എന്നാൽ പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൽ വെച്ചിരിക്കുന്ന സ്നേക്ക് പ്ലാന്റ് ആണിത്. ഈ സ്നേക്ക് പ്ലാന്റിന് മദർ ഇൻ ലോസ് ടങ്ക് എന്നും കൂടെ ഒരു പേരുണ്ട് കേട്ടോ. കേൾക്കുമ്പോൾ കുറച്ച് ചിരിയൊക്കെ വരും, പക്ഷേ എല്ലാവർക്കും ഇത് അറിയുമെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ചെടി കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് നമ്മുടെ സ്റ്റെയറിലാണ് ആദ്യം ഇരുന്നത്. സ്റ്റെയർ കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയാണ് ഈ ചെടി കാണാൻ. പക്ഷേ ഇതിൻ്റെ ലീഫൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു 2-3 മാസമൊക്കെ ആയപ്പോൾ കുറച്ചൊരു മഞ്ഞ കളറൊക്കെ വന്നു. അപ്പം നമ്മൾ ഇതിനെടുത്ത് പുറത്ത് വെച്ചു. ദേ, ഇതിൻ്റെ പേരാണ് സെഡ്സൺ പ്ലാന്റ്. സി പ്ലാന്റ് എന്നൊക്കെ ഞാൻ വിളിക്കും കേട്ടോ ഇതിനെ. അപ്പം ഇതിന് ആദ്യം ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല വാങ്ങിച്ചിട്ട് ഒരു 2-3 മാസത്തേക്ക്. പിന്നെയല്ലേ മനസ്സിലായേ ഇവനൊക്കെ വേണ്ടത് കറക്റ്റായിട്ടുള്ള വെളിച്ചവും വെട്ടവും കറക്റ്റായിട്ട് ഒരു 2-3 മണിക്കൂർ പ്രോപ്പർ വെയിലൊക്കെ കിട്ടണമെന്ന്. അതിനുശേഷം ഇവരൊക്കെ പടപടാന്നായിരുന്നു വളർന്നത്. ദേ, ഇവനെ ഞങ്ങൾ പട്ടാളച്ചെടി എന്നാണ് വിളിക്കുക. ഇവന് ശരിക്കും ഉള്ള പേര് റബ്ബർ പ്ലാന്റ് എന്നാണ്. ഈ റബ്ബർ പ്ലാന്റിനും ഇല വരുന്നേ ഉണ്ടായിരുന്നില്ല കുറേ കഴിഞ്ഞപ്പോൾ. എടുത്ത് ദൂരെ എറിഞ്ഞാലോന്ന് വരെ വിചാരിച്ചു. പിന്നെ ഇവന് വെയിൽ കിട്ടിയപ്പോഴേക്കും ഇവനങ്ങ് ഇലയൊക്കെ തളുത്ത് അങ്ങ് സുന്ദരകുട്ടപ്പനായി. ദേ, ഇവൻ്റെ പേരാണ് ഫിഡിൽ ലീഫ് ഫിഗ്. ഫിഡിൽ ലീഫ് ഫിഗ്, മനസ്സിലായോ? ഇവനെ ഞങ്ങൾ ഭയങ്കര ആഗ്രഹിച്ചിട്ട് വാങ്ങിച്ചതാട്ടോ. ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ എനിക്ക് നമ്മുടെ റൂം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ടൈമിൽ ഞാൻ പറഞ്ഞിട്ട് മേടിച്ചതാണ് അവനെ. ഫിഡിൽ ലീഫ് ഫിഗ്. പേരൊക്കെ കേട്ടാൽ ഭീകരനല്ലേ. ദേ, ഇവൻ്റെ പേരാണ്, അയ്യോ മറന്നുപോയല്ലോ, അരേക്ക പാം. അരേക്ക പാം എന്ന് പറയും. അവനെ ഞങ്ങൾക്ക് ശരിക്കും പറമ്പിൽ നിന്ന് കിട്ടിയതാ, തോട്ടി വലിച്ചെറിഞ്ഞതുപോലെ. പക്ഷേ അവൻ കിടുവാണ്. അല്ലെങ്കിലും ഈ തോട്ടിലും കാട്ടിലും അങ്ങ് കിടന്നാന്നൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ. ഇതിനെയൊക്കെ എടുത്ത് നല്ല വൈറ്റ് ബൗളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബൗളിലോ ഒക്കെ വെച്ച് നോക്ക്. പ്രത്യേകിച്ച് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ. ഓഫ്, എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പറഞ്ഞ് കാര്യത്തിലേക്ക് കടന്നില്ല. ഈ ചെടികളൊക്കെ ഏകദേശം പെടുന്നത് ക്രോട്ടൺ ടൈപ്പൊക്കെ ഇല്ലേ, പണ്ട് ക്രോട്ടൺ ടൈപ്പ് കുറേ ചെടികളുണ്ടായിരുന്നു. ഇതിൻ്റെ ശരിക്കും അതിൻ്റെ പ്രൊണൗൺസിയേഷനൊന്നും എനിക്കറിയില്ല. അഗ്ലോണിമ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. പക്ഷേ ഇതൊക്കെ കണ്ടാണ്ടല്ലോ ഒരുപോലെ തോന്നും. പക്ഷേ നിങ്ങൾക്ക് തെറ്റി. ഇതിനെല്ലാത്തിനും വ്യത്യാസമുണ്ട്. ഇതിൻ്റെ സൈഡിൽ കരിയും പച്ചയാണ്, സെൻറ്ററിൽ നല്ല എന്താ പറയുക, ഇളം പച്ച, മഞ്ഞയോടടുത്ത പച്ച എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതൊക്കെ വ്യത്യാസമാണെന്നേ. നോക്കിയേ, ഇത് ലൈറ്റ് പച്ചയാണ്, ഇതിൽ വേറൊരു കളറാണ്, പിങ്ക് വരുന്നുണ്ട്. വ്യത്യാസം മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് വാങ്ങാൻ പോകുന്ന ആളുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത കളർ ഏതാണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് വാങ്ങാൻ പറ്റൂ. ഇത്രയും കൺഫ്യൂഷൻ ഇതാ അടുത്തത്. ഇത്രയും കൺഫ്യൂഷൻ പിടിച്ചൊരു ചെടി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും വെറൈറ്റീസ് വരുന്ന ചെടി. ഇതൊക്കെ അമ്മ സ്വന്തമാണ് കേട്ടോ ഇതൊക്കെ വാങ്ങുന്നത്. ചേട്ടൻ്റെ അമ്മയുടെ ഒരു എന്താ പറയുക ക്രേസാണിത്. ഇവൻ്റെ പേരാണ് സ്പൈഡർ പ്ലാന്റ്. ഇവൻ കാട്ടിലും മേട്ടിലൊക്കെ എവിടെ ഇട്ടാലും വളർന്നോളും, പ്രത്യേകിച്ച് പേടിക്കണ്ട. ഈ ചെടി എന്താണെന്നറിയില്ല, നല്ല ഭംഗിയായിരുന്നു കാണാൻ. പ്രായമായതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ കുറേ ഇലയൊക്കെ വാടി. പക്ഷെ കുഴപ്പമില്ല, ഇതിനൊരു തൈയൊക്കെ വന്നതുകൊണ്ട് നമുക്കിനി ആ തൈ വെച്ച് ആ ചെടി സെറ്റാക്കി എടുക്കാം. ഇവനെ ഞാൻ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവൻ ശരിക്ക് വേലിയിലൊക്കെ നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ പടർന്നങ്ങ് പിടിക്കും. പക്ഷേ ചട്ടിയിലിരിക്കുന്നതുകൊണ്ട് അവനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി കുറച്ച് സ്റ്റൈലിഷ് ബോഗൻവില്ലകൾ കാണിച്ചു തരാം. മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരാതിരിക്കും. ഇൻഡോർ പ്ലാന്റ്സ് മാത്രം കാണിച്ചാൽ പോരല്ലോ, ഇങ്ങനെ കുറച്ച് ചെടികളും കൂടെ നമ്മുടെ വീട്ടിലുണ്ടെന്ന് കണ്ടോളൂ. ഇതൊക്കെ അമ്മയാണ് കേട്ടോ നോക്കുന്നത്. എനിക്ക് വെറുതെ വീഡിയോ എടുത്തിങ്ങനെ നടന്നാൽ മതിയല്ലോ. എന്തായാലും ഇതും പറയണ പോലെ കാണുന്ന കളറൊന്നുമല്ല, ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. പിങ്ക്, ഡാർക്ക് പിങ്ക്, റാണി പിങ്ക്, വൈറ്റിൽ ഗ്രീൻ ഉള്ളത്, വൈറ്റിൽ പിങ്ക് വരുന്നത്, അങ്ങനെ പല, ചില്ലി റെഡ്, ഓഫ് എന്തൊക്കെയാ, വടമല്ലി കളറ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കടപ്പ്.
എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇതൊക്കെ? ഇനി ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ മെയിൻ ഇമേജസ് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ മിക്കവാറും പ്ലാന്റ്സ് എടുക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ കുറേ ഇമേജസൊക്കെ റെഫർ ചെയ്തിട്ടാണ് പോയിട്ട് വാങ്ങാറ്. കാരണം എനിക്ക് കുറേ മനസ്സിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഞാൻ തന്നെ അതിൻ്റെ റെഫറൻസൊക്കെ എടുത്തിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ചേട്ടനായാലും ചെടി വാങ്ങുകയാണെങ്കിൽ അങ്ങനെ വാങ്ങും. ഇനി കുറച്ച് നല്ല ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇമേജസാണ്. നമ്മുടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചെടികളാണിത്. ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറേ ഇമേജസ് ഞാൻ പറഞ്ഞതിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള തന്നെ കുറേ ചെടികൾ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വെറൈറ്റീസാണ് ഇതൊക്കെ. പിന്നെ ഒരു കാര്യം, ഞാൻ ഇതിൻ്റെ കൂടെ മണി പ്ലാന്റും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ്. പക്ഷേ ഈ മണി പ്ലാന്റിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. കാരണം നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ റൂമിൽ നിറച്ച് മണി പ്ലാന്റും അതും ഇതൊക്കെ ആയിട്ട് എൻ്റെ കട്ടിലിൻ്റെ മേലെ വരെയും എൻ്റെ തല വെക്കണതിൻ്റെ അവിടെ വരെയും ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് ശേഷം എന്താ വെച്ചാൽ എനിക്കൊരു 7-8 മാസത്തോളം ഇത് മാറ്റണ വരെയും എനിക്ക് എപ്പോഴും അസുഖങ്ങൾ, ഹോസ്പിറ്റൽ അതും ഇതൊക്കെയായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ തന്നെ ആ ചെടിയോട് ഒരു നെഗറ്റിവിറ്റി, ഒരു സ്നേഹക്കുറവ് വന്ന് ഞാൻ ഇതിനൊക്കെ എടുത്ത് ഒരു ദിവസം പുറത്തേക്ക് വെച്ചു. പുറത്ത് വെച്ച ആ ഒരു ടൈം തൊട്ട് നമ്മുടെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളായാലും ശരി, നമ്മുടെ എനിക്ക് ഹോസ്പിറ്റൽ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ ഒക്കെ മാറിയ പോലെ ഒരു ഫീല് മാറി സത്യം പറഞ്ഞാൽ. അതിന് ഈ ചെടി കാരണമാണോന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എന്തോ ആ ഒരു ടൈം തൊട്ട് ഞാൻ ചെടീനെ അങ്ങോട്ട് ചെറുതായിട്ടങ്ങ് വെറുത്തുപോയി. അപ്പം അതുകൊണ്ട് നമ്മളത് അകത്ത് കയറ്റാറില്ല. അപ്പം അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു. നിങ്ങളും എല്ലാവരും ചെടിയൊക്കെ ഒന്ന് നട്ട് നോക്കട്ടെ. ഞാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് എനിക്കും ഉണ്ട് കുറച്ച് ചെടികളൊക്കെ. അപ്പം ഇത് ഭയങ്കര കാമൻ പീസ്ഫുള്ളായിട്ടുള്ള ഒരു തെറാപ്പി തന്നെയാണ് ഈ ചെടി വളർത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇവരിങ്ങനെ പൂവിട്ടൊക്കെ കാണുന്നതാണ് നല്ല രസമാണ്. നിങ്ങളെന്തായാലും ചെയ്ത് നോക്ക്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ